അപ്പം ആദർശം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ഏറ്റവും വലിയത് ആദർശമാണ്. അപ്പോൾ അതിനെതിരിൽ ഏത് ശക്തികൾ വന്നാലും അതിനൊന്നും നമ്മൾ വിലവെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് അറിയാം, ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ ആവട്ടെ, അവൻ്റെ ആചാരങ്ങളാവട്ടെ, അവൻ്റെ വിശ്വാസങ്ങളാവട്ടെ, ഇതൊക്കെ അത് എങ്ങനെയാണ്, അത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. വ്യക്തമായി പ്രതിപാദിക്കപ്പെടാത്തതിനെ സംബന്ധിച്ച് അത് നമ്മളതിനെ വ്യാഖ്യാനിക്കാനോ നമ്മളതിനെ അർത്ഥം പറയാനോ പാടുള്ളതല്ല. മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങളാവുന്ന ആളുകൾ അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ. ഇപ്പം നമ്മൾ ഇമാം ഷാഫി തങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഇമാം ഷാഫി തങ്ങളെ പിൻപറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം ഷാഫി തങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ മുജ്മഅ അലൈഹി അല്ലാത്തതായ അയിമ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായമുള്ള സംഗതികൾ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ നസ്സായി കൊണ്ട് സ്പഷ്ടമായും കൊണ്ട് പറയപ്പെട്ടത് അല്ലാത്തതും ഏകകണ്ഠമായും കൊണ്ട് അയിമ്മത്ത് പറയപ്പെട്ടതും അല്ലാത്തതായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ടാവില്ല. വ്യംഗ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സൂചനയോടുകൂടി പറയപ്പെട്ടതായിരിക്കും. ഇതിനെ മനസ്സിലാക്കാൻ അത് മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിലേക്ക് മാത്രമേ സാധ്യമാവൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം സഹാബത്തിൽ നിന്നുള്ള എല്ലാവരും ഇജ്തിഹാദിന് കൈവുള്ളവരല്ലായിരുന്നു. അതുകൊണ്ടാണ് സഹാബത്തിൽ നിന്നുള്ള ചിലർ ആരെ പിൻപറ്റി, മഹാനാവുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് അവർ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെട്ടതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല. അത് മറ്റുള്ള മദ്ഹബിൻ്റെ ഇമാമികളിൽ നിന്നുള്ള ആരും അത് പിൻപറ്റേണ്ടതായ ആവശ്യം. അപ്പോൾ വ്യക്തമായും കൊണ്ട് പറയപ്പെടാത്ത സംഗതികൾ അത് മഹാന്മാരാവുന്ന അയിമ്മത്തിൻ്റെ അവർ വിശദീകരണം അനുസരിച്ചാണ് നമ്മൾ അതിനെന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതും അതിന് നമ്മൾ പിൻപറ്റപ്പെടേണ്ടതൊക്കെ. അപ്പം ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിന് ഇമാം ഷാഫി തങ്ങളെ നമ്മൾ പിൻപറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തമായ നിലക്ക് ഖുർആനിലോ സുന്നത്തിലോ പറയപ്പെടാത്ത മഹാന്മാരാവുന്ന അയിമ്മത്ത് ഏകകണ്ഠമായി പറയാത്ത സംഗതികൾ. ഇപ്പോൾ ഇമാം ഷാഫി തങ്ങൾ, ഇമാം മാലിക് തങ്ങൾ, ഇവരൊക്കെ ഏകകണ്ഠമായി പറഞ്ഞ സംഗതികളുണ്ടാവും. അത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെട്ടതായിരിക്കും. അതിന് നമ്മൾ ഇമാം ഷാഫി തങ്ങളെ പിൻപറ്റേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇമാം അബൂ ഹനീഫ തങ്ങളെയോ അല്ലെങ്കിൽ ഇമാം മാലിക് തങ്ങളെയോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെയൊന്നും പിൻപറ്റേണ്ട ആവശ്യമില്ല. അത് യഥാർത്ഥത്തിൽ അത് പിന്നെ നമ്മൾ ഏതെങ്കിലും പിന്നെ ഒരു ഇമാമിനോട് ആ വിഷയത്തിൽ പിൻപറ്റേണ്ട ആവശ്യമില്ല. അപ്പം നിസ്കാരം 5 വക്താണെന്നുണ്ട്, അത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടല്ലോ. അത് എല്ലാവരും ഏകകണ്ഠമായ അഭിപ്രായം നിസ്കാരം 5 വക്തുണ്ട് എന്നുള്ളത്. പക്ഷെ ആ നിസ്കാരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ എങ്ങനെ ചെയ്യണം, അഭിപ്രായ വ്യത്യാസങ്ങൾ. കാരണം ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടതായ സംഗതികൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലത് അത് വ്യക്തമായി കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ടാവില്ല. ഇപ്പം തല തടഞ്ഞോളി എന്ന് പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് റൂസിക്കും തല തടയുക, എങ്ങനെ തടയാം? ആ വാക്കിക്ക് പല അർത്ഥങ്ങളുണ്ട്. തല മുഴുവൻ തടയണം, തലൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അവസരത്തിൽ തലൻ്റെ റുബ് തടഞ്ഞ് കാണിച്ചു തന്നപ്പോൾ റുബ് ആണ് അതുകൊണ്ട് 4/1 അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ള അർത്ഥമുണ്ട്. ഒരു മുടി തടഞ്ഞാലും മതി എന്നുള്ള അർത്ഥമുണ്ട്. ഇത് മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരതിനെ പറ്റി പഠിച്ചു. ഓരോരുത്തരും അവർക്കുള്ളതായ പല അഭിപ്രായങ്ങളിൽ നിന്നിട്ട് ഓരോരുത്തരും അവർക്കുള്ളതായ അടിസ്ഥാനങ്ങൾ, അവർക്കുള്ളതായ അടിസ്ഥാന തത്വങ്ങളനുസരിച്ച് ചിലതിനേക്കാൾ അവരെന്താക്കി കഴിഞ്ഞതിനെ പ്രബലപ്പെടുത്തിക്കൊണ്ട് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു തലയിൽ നിന്നുള്ളൊരു മുടി തടഞ്ഞാലും മതി. അബൂ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു അതുപോലെ തല മുഴുവനും തടയാമെന്നാണ് അതിൻ്റെ അർത്ഥം. മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ തങ്ങൾ എന്ത് പറഞ്ഞു? തലയിൽ നിന്നുള്ളതായ റുബ് 4/1 തടഞ്ഞാൽ മതി. അപ്പം നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഈ ഉമ്മത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്തരിഖു ഉമ്മത്തി
അത് ഈ 72 73 ആയിട്ട് അത് ഇവിടെ പിളരും എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ മഹാന്മാരാവുന്ന അയിമ്മത്തിൻ്റെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തെ പറ്റിയല്ല. അതാണ് മഹാന്മാർ പറഞ്ഞത് ഇഖ്തിലാഫൽ മഖ്സൂദ ബിഹാദൽ ഹദീസ് വസതഫ്തരിഖു ഉമ്മത്തി ഉമ്മത്ത് വ്യത്യാസം അവർ പിളരും, അവർ പല ഫിർഖത്തുകളായിക്കൊണ്ട് പല പാർട്ടികളായിക്കൊണ്ട് പോകും. അത് കുല്ലുഹും ഫിന്നാറില്ല വാഹിദ എന്ന് പറഞ്ഞ ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൽ ഇഖ്തിലാഫു ഫീ ഉസൂലിൽ അഖീദ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഫഇന്ന ഹാദാ വഹദഹു ഹുവല്ലദീ യകൂനു സബബൻ ഫിന്നജാത്ത് അതാണ് വിജയത്തിന്റെ കാരണം. ഇൻ വാഫഖ മാ കാന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു റസൂലും സഹാബത്തും ഉണ്ടായിരുന്ന വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനോട് ഒത്തു വന്നാൽ അവർ സ്വർഗത്തിൻ്റെ അവകാശികളായിരിക്കും. അവർ നേരെ മറിച്ചോ വയകൂനു സബബൻ ലിൽ ഹലാക്ക് അത് ഹലാക്കിലേക്ക് കാരണമായി തീരും. എപ്പോഴേ ഇൻ ഖാലഫ മാ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു റസൂലുള്ളാഹിയും വസ്ഹാബിമാരുള്ള അവർ ഏതൊരു സ്വഭാവമാണോ സ്വീകരിച്ച് അതിനെതിരായി കൊണ്ടുവന്നാൽ ഈ അഭിപ്രായ വ്യത്യാസത്തിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നേരെ മറിച്ച് മഹാന്മാരാവുന്നതായ അയിമ്മത്ത് അത് അന്ന ഇമ്മത്ത് ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലുള്ളതായ മഹത്തുക്കളാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന ഇമാമിയങ്ങൾ ശാഖാപരമായ പല കാര്യങ്ങളിലും ഫിഖ്ഹിയാവുന്നതായ പല വിഷയങ്ങളിലും അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പൊതുണ്ടാക്കുമ്പോൾ നല്ലവണ്ണം തേച്ച് കകല് അത് സുന്നത്താണോ അത് ഉജൂബാണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഇമാമിയങ്ങളെടുത്ത് അത് ഉജൂബാണ്, ചില ഇമാമിയങ്ങളെടുത്ത് അത് സുന്നത്തുള്ളൂ. അതുപോലെ ഈ തലതടയുന്നത് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പല കാര്യത്തിലും ആ ഇമാമിയങ്ങൾ തങ്ങൾ തമ്മിൽ ഫിഖ്ഹിയായ മസാലകളിൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറയപ്പെടാത്തത് വ്യംഗ്യമായോ സൂചനയായോ പറയപ്പെട്ടത് അതിലവർ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലത്തി ലൈസ അലൈഹാ ദലീലുൻ ഖാതിഉൻ മിൻ നസ്സിൻ ഔ ഇജ്മാ വ്യക്തമാവുന്നതായ നസ്സ് ഖുർആനിൽ നിന്നോ അല്ലെങ്കിൽ ഹദീസിൽ നിന്നോ സ്പഷ്ടമായി പറയുന്നതായ ലക്ഷ്യങ്ങളില്ല. ഔ ഇജ്മാ അല്ലെങ്കിൽ മഹാന്മാരാവുന്ന ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മ ബഅദ വഫാത്തി നബിയ്യിഹാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വഫാത്തിന് ശേഷം ഉമ്മത്തിലുള്ള മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ഏകകണ്ഠമായി പറയുക. അതാണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ. ആ ഇജ്മാവോ ഇല്ലാത്തതായ കാര്യങ്ങളിൽ ബഅദ അൻ ബദല കുല്ലു വാഹിദിൻ ഓരോ ഇമാമിങ്ങളും വളരെയധികം അവരെന്തായി കഴിഞ്ഞ് അവർ പ്രയത്നിച്ചു, അവർ സംഭാവന നൽകി. ഓയത്ത വസ്ഇഹി അവരങ്ങേയറ്റം അവർ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു. എവിടെ ഫിൽ ബഅസി വത്തദ്ഖീഖ് വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്തു, അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് പഠിച്ചു, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർ മനസ്സിലാക്കി. അതിൽ നിന്ന് വലിയ ഇസ്തിംബാത്ത് മസായിലുകൾ അവർ ഇസ്തിംബാത്ത് ചെയ്യുകയും ചെയ്തു. ആ നിലക്ക് അയിമ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമല്ല 73 72 കൊണ്ടോ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം നബി സല്ലല്ലാഹു വിശ്വാസപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉള്ളതിനോട് എതിരായ ഏതെല്ലാം വിശ്വാസക്കാരുണ്ടോ ആ വിശ്വാസക്കാരെ പറ്റിയാണ്. നേരെ മറിച്ച് മറ്റ് അബൂ ഹനീഫ ഇമാം തങ്ങളും ഇമാം മാലിക് തങ്ങളും ഇമാം ഷാഫി തങ്ങളും ഇമാം അഹ്മദ് ബിൻ തങ്ങളും പല അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അത് അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യങ്ങളിലല്ലത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വനഅലമു അന്നൽ ഇജ്മാഅ അലാ അന്നഹു യജൂസു ലിൽ മുഖല്ലിദ് അല്ലദീ ലൈസ ഫീ ഖുദ്റത്തിഹി അൻ യുവാസിന ബൈനൽ അദില്ല. ഈ വ്യക്തമായി പറയപ്പെടാത്ത ലക്ഷ്യങ്ങൾ സൂചനാപരമായി പറയപ്പെട്ടത് അല്ലെങ്കിൽ വ്യക്തമായി പറയപ്പെട്ടത് ഇതിൻ്റെ ഇടയിൽ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്താൻ കഴിവില്ലാത്ത നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഈ മഹാന്മാരാവുന്ന ഇമാമിയങ്ങൾ അവരിൽ നിന്നുള്ള ആരെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിനോട് പിൻപറ്റൽ നമുക്കത് വുജൂബാണ്, അത് നിർബന്ധമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരാവുന്നതായ സ്വഹാബത്ത് അവർ മനസ്സിലാക്കി തന്നു, അവരെ മനസ്സിലാക്കി തന്നു അവരെ പിൻഗാമികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി പറയപ്പെടാത്തത്
അങ്ങനത്തെ സൂചനപരമായോ വ്യംഗ്യമായോ പറയപ്പെട്ടത് അല്ലെങ്കിൽ ദ്വിഹാർത്ഥത്തിനക്ക് അവകാശമുള്ളതായ വാക്കുകൾ, അതിനെപ്പറ്റി പഠനം നടത്തേണ്ടവർ അത് നമ്മളെപ്പോലത്തെ ആളുകളല്ല, അത് മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്താണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് അവരുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്ത് മോശക്കാരാണോ? പക്ഷെ അവർ വലിയ ആളുകളല്ലേ? പക്ഷെ അവർക്ക് ഇജ്തിഹാദിലേക്കുള്ളതായ കഴിവില്ലാത്ത ആളുകൾ അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടാണ് ചില വിഷയങ്ങൾ മനസ്സിലാക്കിയത്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനെ പിൻപറ്റി എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനെ സ്വീകരിച്ചു. ചിലർ ഉമർ ബിൻ ഖത്താബിൻ്റെ കൂടെ കൂടി ഉമർ ബിൻ ഖത്താബിൻ്റെ മദ്ഹബാണ് അവർ സ്വീകരിച്ചത്. ചിലർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ മതം, കാരണം ഉസ്മാൻ ഇവരൊക്കെ മുജിത്തൈദീങ്ങളെന്ന്. അലി റളിയല്ലാഹു അൻഹു അവർ മുജിത്തൈദീങ്ങളെ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ മുജിത്തഹിദായി, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മുജിത്തഹിദായി, അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ മുജിത്തഹിദായി. അപ്പോൾ അവരൊക്കെ അഭിപ്രായങ്ങൾ സഹാബത്തിൽ നിന്നും ഇജ്തിഹാദിന് കഴിയാത്ത ആളുകൾ അവരെ അഭിപ്രായം മനസ്സിലാക്കി. ചില ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച്, ചില ആളുകൾ അതേ മസലയിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹും രണ്ടഭിപ്രായക്കാരാവാം. പക്ഷെ അതിൽ നിന്ന് ചില ആളുകൾ ഇപ്പോൾ ഇമാം ഷാഫി തങ്ങളും ഇമാം മാലിക് തങ്ങളും രണ്ടഭിപ്രായക്കാരായതുപോലെ അങ്ങനെ വ്യത്യസ്തമാവുന്ന അവർക്ക് സ്വീകരിക്കാൻ അത് തോന്നുന്ന നിലക്കുള്ള മുജ്തഹിദീങ്ങളാവുന്ന സഹാബത്തിനെ മുജ്തഹിദീങ്ങളല്ലാത്ത സഹാബത്ത് എന്തായി വിഭജിച്ചു. അപ്പം ആ നിലക്ക് ഇവിടെ സംരക്ഷിച്ചു പോരുന്നതായ ഒരു ആശയ ആദർശങ്ങളാണ്, അഖീദകളാണ്, വിശ്വാസങ്ങളാണ്, കർമ്മങ്ങളാണ്, ആചാരങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത്. അതിനെ സംരക്ഷിക്കപ്പെടുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ, ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിൻ്റെ ആശയങ്ങൾ സംരക്ഷിക്കണം. ദീൻ ഇവിടെ ഉണ്ടാവണമല്ലോ. ഖിയാമത്ത് നാൾ വരെ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ ഖിയാമത്ത് നാൾ വരെ ദീൻ ഇവിടെ നിലനിൽക്കണ്ടേ. അതുകൊണ്ടാണ് മഹാന്മാരാവുന്നതായ സഹാബ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ഖദരിയാക്കളോട് വാദപ്രതിവാദം നടത്തി. ആദ്യമായിട്ട് ഖദരിയാക്കളോട് വാദപ്രതിവാദം നടത്തിയത് മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബാണ്. അങ്ങനെ അവരെ ശേഷം താബീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതുപോലെ തന്നെ മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ടുള്ള വലിയ മഹാനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുല്ലാഹി ഇബ്നു ഉമറും അലി ഇബ്നു അബീ ത്വാലിബൊക്കെ ഖവാരിജിയാക്കളോടും ഖദരിയത്തിനോടും മുഅ്തസിലത്തിനോടും ഒക്കെ പിന്നെ അതിൻ്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളും അവരോട് വാദപ്രയോഗം നടത്തുകയും അവരെ വിഷയങ്ങളൊക്കെ ഗണ്ണിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. താബീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മഹാനാവുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ളവർ അവരെന്താക്കി കഴിഞ്ഞ് സെയ്ദ് ഇബ്നു അലി ഇബ്നു സൈനുൽ ആബിദീൻ തങ്ങളെ പോലുള്ളവർ, അതിന് ശേഷം മഹാന്മാരാവുന്ന ഇമാം സുഹരി തങ്ങൾ തുടങ്ങിയ പലരും അങ്ങനെ മുത്തദീങ്ങളാവുന്ന ബിദഈ ആശയത്തിൻ്റെ ആളുകളോട് അവരൊക്കെ എതിർക്കുകയും അവരുടെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് തുറന്നു കാട്ടുകയും അവരുടെ ആശയങ്ങൾക്ക് അവരോട് വാദപ്രതിവാദം നടത്തുകയും അവരുടെ ആശയങ്ങൾ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം മഹാന്മാരാവുന്ന മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ വന്നപ്പോൾ അവരിവിടെ ചെയ്തത് ഈ പണിയാണ്. അപ്പോൾ ആദർശം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ഏറ്റവും വലിയത് ആദർശമാണ്. അപ്പോൾ ആദർശത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ കാരണം എന്തുകൊണ്ടെന്നറിയോ? ഇവിടെ നമുക്കറിയാം, മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ അന്നഹു ലാ ഖസ്ലത മിനൽ ഖിസാലില്ലത്തി തുഅദ്ദു ഫിൽ മഫാഖിർ, അഭിമാനമായും കൊണ്ട് എണ്ണപ്പെടാൻ പറ്റുന്നതായ ഒരു കാര്യമില്ല ഇല്ലാ വലി അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി ഫീ മൈദാനിഹ അൽ അസ്ഹബുൽ ഔഫർ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക് അതിലെന്നും അഭിമാനിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു വലിയതായ ഒരു അവകാശവും ഒരു ഹോരിയൊക്കെ അവർക്കുണ്ട്. വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്ന ത്യാഗം ചെയ്തവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ. അപ്പോൾ ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥ ദീനിനെയാണല്ലോ ഇവിടെ സംരക്ഷിക്കേണ്ടത്. അത് സംരക്ഷിക്കാൻ ആ ദീനിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അഖീദകൾ, അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്ന ഒരു വിഭാഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ അതിനവിടെ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ദീനിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനെതിരിൽ ഏത് ശക്തികൾ വന്നാലും അതിനൊന്നും നമ്മൾ വിലവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശക്തമായ നിലക്ക് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അത് ഇതുപോലുള്ള നിങ്ങൾ ചെയ്യുന്നതായ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടിട്ട് ദീനിനെ സംരക്ഷിക്കണം.
അതുപോലെ തന്നെ ദീനിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ആശയത്തിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. ആശയത്തിനും ആദർശത്തിനും ഇതിൽ പറയുന്നതായ ആരോടും എന്താക്കുക, അവർക്കുള്ളതായ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് യഥാർത്ഥ ദീൻ ഇതാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൽ വളരെ ശക്തമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് SKSF എന്ന് നമുക്കറിയാം. അതുകൊണ്ട് SKSFിൽ വളരെ ശക്തമായുള്ളതായ പിന്തുണ നൽകിക്കൊണ്ടിട്ട് SKSFിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിട്ട് ഞാൻ പോകുന്ന നമ്മുടെ 2026 ഫെബ്രുവരി ആദ്യത്തിൽ നടത്തപ്പെടുന്ന സമ്മേളനം, ആ സമ്മേളനത്തിൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി കൊണ്ട് ശക്തമായി പ്രവർത്തിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങളെല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഖായൻ്റെ ഈ പ്രവർത്തനത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. SKSFിൻ്റെ ഈ പ്രവർത്തനത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണ്ടതായ കോട്ട്, ആ കോട്ട് ഇവിടെ അതിന് വേണ്ട പണം തന്നുകൊണ്ട് ആ കോട്ട് ഇവിടെ വാങ്ങാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് തന്നത് നമ്മളെ UAE-യിലുള്ളതായ നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ്. അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവർ ഈ പ്രവർത്തനങ്ങൾ, അവർ ഈ സംഭാവന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൾ ചെയ്യട്ടെ. ആരെയും ബുദ്ധിമുട്ടാക്കാതെ സ്വന്തം കോട്ട് വാങ്ങാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.